കലോത്സവം ക്ലൈമാക്സിനോടടുക്കുമ്പോൾ ഫോട്ടോ ഫിനിഷിലേക്കാണ് മത്സരം എത്തുന്നത്. കണ്ണു ചുമ്മി തുറന്ന ഒരു നിമിഷത്തിൽ തൃശൂരിനെയും കണ്ണൂരിനെയും കടന്ന് പാലക്കാട് മുന്നിലെത്തി. അല്പസമയം കൊണ്ട് സ്കോർ ബോർഡ് വീണ്ടും മാറി മറിഞ്ഞു. 3 പോയിന്റിന് തൃശൂർ ഒന്നാം സ്ഥാനത്ത് തിരിച്ചെത്തിയിരിക്കുന്നു. മാറിയും മറിഞ്ഞും കപ്പിനായുള്ള കുതിപ്പ് ഇങ്ങനെ തുടരുകയാണ്. സൂര്യൻ ചായുമ്പോഴേക്കും സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപന ചടങ്ങുകൾക്ക് തുടക്കമാകും. ക്ലൈമാക്സിന്റെ ആവേശം പ്രേക്ഷകരിൽ എത്തിക്കാൻ കേരള വിഷൻ ന്യൂസിന്റെ എല്ലാ ടീമും അവിടെ സജ്ജമായിട്ടുണ്ട്. ഇപ്പോൾ നവീൻ ഉണ്ട് കൂടെ. നവീൻ, ക്ലൈമാക്സിലേക്ക് അടുക്കുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ക്ലൈമാക്സിനോട് അടുപ്പിച്ച് നടക്കുന്നത്. ആരാണ് പുതിയ അതിഥി എത്തിയിരിക്കുന്നത്? ഇങ്ങനെയൊക്കെയാണ് പോയിന്റ് നില എത്തിയിരിക്കുന്നത്. നിമിഷ നേരം കൊണ്ട് 1-2 പോയിന്റ് വ്യത്യാസത്തിലാണ് പല ജില്ലയും മുന്നിട്ടേക്കുന്നത്. എന്തായാലും ഇപ്പോൾ എന്റെ കൂടെയുള്ള നമ്മുടെ ഹൈസ്കൂൾ ഭാഗത്തിലെ കഥാപ്രസംഗത്തില് എ ഗ്രേഡ് നേടിയിരിക്കുന്ന എറണാകുളം ജില്ലയുടെ പ്രിയപ്പെട്ട കലാകാരന്മാരും കലാകാരിമാരുമാണ്. അത് നമ്മുടെ ഫസ്റ്റ് വേദി, നിള എന്ന് പറയുന്ന വേദി, അത് നമ്മുടെ MT വാസുദേവയുടെ പേരിലുള്ള, അതുപോലത്തെ MT വാസുദേവയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് നമ്മുടെ നിർമ്മാല്യം എന്ന് പറയുന്നത്. നിർമ്മാല്യം സിനിമയായപ്പോൾ തന്നെ നിരവധി അവാർഡുകളും ഒരുപാട് ചർച്ചകൾക്കും വഴിവെച്ചൊരു സിനിമയായിരുന്നു. അതിന്റെ കഥാപ്രസംഗത്തെ രൂപത്തിലാക്കിയിരിക്കുകയാണ് എറണാകുളത്തിലെ പ്രിയപ്പെട്ട കലാകാരന്മാർ. നമുക്ക് അവരൊന്ന് പരിചയപ്പെട്ട് വിശദമായ കാര്യങ്ങൾ അന്വേഷിക്കാം. അപ്പം ആദ്യം ഇവിടെ ഒന്ന് മുട്ടിയെ ആദ്യം അത് തുടങ്ങുമ്പോൾ ഒരു എനർജി ഉണ്ടാവുള്ളൂ. എന്താ മോന്റെ പേര്? ആര്യൻ. ആര്യൻ, അത് മോഹൻലാൽ സിനിമയുടെ പേര്. സ്വന്തം പേര് പറ. ആര്യൻ. ആര്യൻ എന്താ ഇനീഷ് എന്താണ്? ആര്യൻ ബിനീഷ്. ആര്യൻ ബിനീഷ്. എവിടെ? എറണാകുളത്ത് എവിടെയാ? കാക്കനാട്. കാക്കനാട്. സ്കൂളിന്റെ പേര്? മോറക്കാല. മോറക്കാല. മോളുടെ പേര്? ജോന. ഒന്ന് വായിക്കൂ. അടുത്തത് മുട്ടിക്കോ. പേര്? ആൽവിൻ ആന്റണി. ആൽവിൻ ആന്റണി. ഒന്ന്. സൂര്യനന്ദൻ. സൂര്യനന്ദൻ. ഓക്കെ. ഇനി നമ്മൾ പരിചയപ്പെടുന്ന നമ്മുടെ ഖാദികയാണ്. പറയൂ, എന്താണ് പേര്? ഗൗരി കവിരാജ്. ഗൗരി കവിരാജ്. സ്വന്തം സ്ഥലം? കാക്കനാട്. ആരാണ് ഇതിന്റെ ഗുരുനാഥൻ? ആരാണ്? ഇടക്കൊച്ചി സലീം കുമാർ സർ. കൂടെ വന്നിരിക്കുന്നത് അമ്മയും അച്ഛനും അനിയനും ഉണ്ട്. അച്ഛന്റെ പേര്? കവിരാജ്. കവിരാജ്. കവിയാണോ? അല്ല. അല്ല. ഖാദികനാണോ? അല്ല. അമ്മയുടെ പേര്? സചിത്ര കവിരാജ്. ചിത്രകാരിയാണോ? സചിത്ര. ചിത്ര പാട്ടുകാരിയാണോ? സചിത്ര. ഓ, സചിത്ര. ഓക്കെ. അമ്മ എന്താ ചെയ്യുന്നുണ്ടോ? ടീച്ചറാണ്. ഓക്കെ. എന്തായാലും അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ടുണ്ട്. അനിയനും വന്നില്ല. അനിയന്റെ പേരെന്താ? അർജുൻ. ഇല്ലെങ്കിൽ തരാം, വീട്ടിൽ പോയ കുഴപ്പമാവും. എന്റെ പേര് മാത്രം പറഞ്ഞില്ല എന്നൊരു പ്രശ്നം, അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും നിർമ്മാല്യം എന്ന ഒരു സൃഷ്ടിയുടെ ഭാഗമായിട്ടാണ് അല്ലെ? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? അവതരിപ്പിച്ച നന്നായിട്ട് ചെയ്തു. കുഴപ്പമില്ലാണ്ട് അവതരിപ്പിക്കാൻ പറ്റി. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പൊ റെഡി? നിർമ്മാല്യം എന്ന കഥയെ ആസ്പദമാക്കിയുള്ള കഥാപ്രസംഗമാണ്. ഹൈസ്കൂൾ ഭാഗത്തില് എ ഗ്രേഡ് നേടിയിരിക്കും നമ്മുടെ സ്വന്തം എറണാകുളം ജില്ല. ആര് റെഡി? ഓക്കെ. ബഹുമാന്യരായ ഗുരുജനങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, കലാസ്നേഹികളെ, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. മലയാള സാഹിത്യ തറവാട്ടിലെ അക്ഷരത്തമ്പുരാൻ ആരാധ്യനായ MT വാസുദേവൻ നായർക്ക് പ്രണാമം. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ആവിഷ്കരിക്കപ്പെട്ട ഒരു കഥയാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. മതങ്ങളാൽ കെട്ടിയൊരുക്കിയ നാടാണ് ഭാരതം. ലോകത്ത് രക്തച്ചൊരിച്ചിൽ കൂടുതൽ നടന്നിട്ടുള്ളത് മതത്തിന്റെ പേരിലാണ്. പല രാജ്യങ്ങളും പ്രേതഭൂമിയായി മാറിയിരിക്കുന്നു. സ്വസ്ഥതയും സമാധാനവും കണി കാണാനില്ല. അസഹിഷ്ണുതയുടെ ഉറവിടങ്ങളായി മനുഷ്യനും മതങ്ങളും മാറുന്നതാണ് കാരണം. വയലാർ പറഞ്ഞത് എത്ര ശരി. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു, മനസ്സ് പങ്കുവച്ചു. അതുകൊണ്ട് തന്നെ ഏതു മതമായാലും അവരുടെ ചില നിലപാടുകൾ പലപ്പോഴും പൊതുസമൂഹത്തിന്റെ സമാധാനം തന്നെ ഇല്ലാതാക്കുന്നു. ഒരു സാംസ്കാരിക നായകനോ കലാകാരനോ മതത്തെക്കുറിച്ചോ അവരുടെ ആചാരങ്ങളെക്കുറിച്ചോ വിമർശനപരമായൊന്നും പറഞ്ഞുകൂടാ, എഴുതിക്കൂടാ. പറഞ്ഞാൽ മറുപടി പറയുന്നത് വാളുകൾ, തോക്കുകൾ, ബോംബുകൾ. എന്തൊരു സ്ഥിതിയാണിത്! സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലെന്നോ? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഭാരത
സംഗീതത്തിന്റെ മന്ത്രാക്ഷരിയായി മാറേണ്ട വരികളാണിത്. ഇതിന്റെ അർത്ഥം എത്ര വിശാലമാണ്. അതാരും മറക്കുവാൻ പാടുള്ളതല്ല. മറന്നാൽ സംഭവിക്കുന്നതോ തോക്കുകൾ കഥ പറയും. അതെ, അതാണ് എന്റെ കഥയുടെ പേര്. ഇതൊരു സിനിമാ കഥയല്ല, എന്നാൽ ഒരു സിനിമാ തിരക്കഥാ രചയിതാവിന്റെ ചിന്തകളാണ് ഈ കഥ. മലയാള സാഹിത്യത്തിനും സിനിമാ ലോകത്തിനും അഭൗമമായ സംഭാവനകൾ നൽകിയ അനശ്വര പ്രതിഭയാണ് ശ്രീ M.T. വാസുദേവൻ നായർ. അദ്ദേഹം എന്തോ എഴുതാനുള്ള ഒരുക്കത്തിലാണ്. അക്ഷരങ്ങൾ, അമൃതാക്ഷരങ്ങൾ, അറിവിന്റെ നാനാക്ഷരങ്ങൾ, കഴിയും ഈ ലോകത്തിനുയിരേകി നല്ലൊരു പുലരിയെ കാണുവാൻ മോഹം, കഴിയും ഈ ലോകത്തിനുയിരേകി നല്ലൊരു പുലരിയെ കാണുവാൻ മോഹം, പുലരിയെ കാണുവാൻ മോഹം. പൊന്നാനി താലൂക്കിലെ കൂടല്ലൂർ എന്ന ഗ്രാമം. അവിടെ 4 കെട്ടും നടുമുറ്റവുമായി M.T.യുടെ ഭവനം. 91 വയസ്സ് പ്രായമുള്ള അദ്ദേഹം തന്റെ എഴുത്തുപുരയിലെ ചാരുകസേരയിൽ എന്തോ ആലോചിച്ചിരിക്കുകയാണ്. മുന്നിലുള്ള മേശമേൽ ഒരു പുസ്തകം, പള്ളിവാളും കാൽച്ചിലമ്പും. ഈ പുസ്തകമാണ് 1973 സിനിമയായി പുറത്തിറങ്ങിയത്, നിർമാല്യം. പ്രശസ്ത നടൻ P.J. ആന്റണിക്ക് ആദ്യത്തെ ഭരത് അവാർഡ് നേടിക്കൊടുത്ത ചിത്രം. M.T. ആ പുസ്തകം ഒന്ന് വിടർത്തി. മനസ്സിൽ കഥാമുഹൂർത്തങ്ങൾ തെളിയും. മേലെ കാവിലെ കോവിലിൻ മുറ്റത്ത് തുള്ളിയുറയും വെളിച്ചപ്പാട്, മേലെ കാവിലെ കോവിലിൻ മുറ്റത്ത് തുള്ളിയുറയും വെളിച്ചപ്പാട്, പള്ളിവാളിന്റെ കിലുക്കം മുഴങ്ങുന്നു, കാൽച്ചിലമ്പലി മുഴങ്ങുന്നു, പള്ളിവാളിന്റെ കിലുക്കം മുഴങ്ങുന്നു, കാൽച്ചിലമ്പലി മുഴങ്ങുന്നു. ഇല്ല സൗഭാഗ്യങ്ങളൊന്നുമില്ല, കണ്ണീരു വറ്റിയ ജീവിതങ്ങൾ. ഒരു വെളിച്ചപ്പാടിന്റെ കഥ. തീർത്തും ദരിദ്രനായ അദ്ദേഹം ഒരു കുടുംബത്തിന്റെ താങ്ങും തണലുമാണ്. തളർവാദം പിടിപെട്ട് കട്ടിൽ കഴിയുന്ന തന്റെ പിതാവിന്റെ കൈകളിൽ നിന്നുമാണ് വെളിച്ചപ്പാട് വാളും ചിലമ്പും ഏറ്റുവാങ്ങിയത്. പിന്നെ ഭഗവതിയുടെ ഉപാസകനായി കാലങ്ങൾ എത്ര കഴിഞ്ഞു. താഴ്ചയല്ലാതെ ഉയർച്ച ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. എന്നാലും വെളിച്ചപ്പാടിന് ദേവിയോട് വഴക്കില്ല, പരിഭവമില്ല. വെളിച്ചപ്പാടിനാകെ ദുഃഖമുള്ളത് തന്റെ കുടുംബത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. കാരണം നിത്യവൃത്തിക്ക് പോലും ബുദ്ധിമുട്ടുകയാണ് ആ കുടുംബം. എല്ലാം സഹിച്ചുകൊണ്ട് ഭാര്യ നാരായണി, വിവാഹപ്രായമെത്തിയ മകൾ അമ്മിണി, തൊഴിലൊന്നുമില്ലാതെ മകൻ അപ്പു, താഴെ 2 പെൺമക്കൾ. ഇതാണ് വെളിച്ചപ്പാടിന്റെ കുടുംബം. പരിതാപമേറിയ മാനസങ്ങൾ പരിഹാരമില്ലാതുഴറിടുന്നു, പൊരിയുന്ന വയറിന്റെ തേങ്ങലുകൾ, ഹൃദയത്തിൻ നൊമ്പരങ്ങൾ. ദേവി കുടിയിരിക്കുന്ന മേലേക്കാവ് ക്ഷേത്രവും ജീർണാവസ്ഥയിലാണ്. ഭക്തന്മാർ തീരെ കുറവ്. കാണിക്കയില്ല, നേർച്ചയില്ല, ചുറ്റും വിളക്കില്ല. ദാരിദ്ര്യമേറുമ്പോൾ വെളിച്ചപ്പാട് കടം വാങ്ങുന്ന ഒരാളുണ്ട്, മൈമുണ്ണി. ഇപ്പോ അയാളും പണം കൊടുക്കാതായി. ഇതുവരെ വാങ്ങിയ രൂപയും ചോദിച്ച് അയാൾ നിത്യവും ആ കുടുംബത്തെ ബുദ്ധിമുട്ടിക്കുകയാണ്. അന്നും അയാൾ ആ വീട്ടിൽ വന്നു. വെളിച്ചപ്പാട്, നമ്മുടെ കായിന് വല്ല പരിഹാരം ഉണ്ടാ? കടം കുറയായി, ഞമ്മക്ക് പണം തിരിച്ചു വേണം. എത്ര തവണയായി നമ്മൾ ഈ പഠിക്കൽ വരണേ? മൈമുണ്ണിയെ, അമ്പലത്തിൽ ഗുരുതി ഒരുങ്ങുന്നുണ്ട്. അപ്പൊ കുറച്ച് ദക്ഷിണ വരും. പണം ഒരിക്കലും തരാതിരിക്കില്ല മൈമുണ്ണിയെ. കടം ഞാൻ വീട്ടു. ഇത്തരം മാനസിക പിരിമുറുക്കത്തിൽ കഴിയുന്ന വെളിച്ചപ്പാട് ഒരു ദിവസം വീട്ടിൽ കയറി വരുമ്പോൾ വാതുക്കൽ ഒരു പാത്രക്കച്ചവടക്കാരൻ. വരാന്തയിൽ നിരത്തി വെച്ചിരിക്കുന്ന തന്റെ പള്ളിവാൾ, കാൽച്ചിലമ്പ്, അരമണി, തൊട്ടരികിൽ മകൻ അപ്പു. അവനതെല്ലാം തൂക്കി വിൽക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പു, എന്താ നീ കാണിക്കുന്നത്? കാലങ്ങളായി ഞാൻ സൂക്ഷിക്കണ ഭഗവതിയുടെ പള്ളിവാളും കാൽച്ചിലമ്പും അരമണിയുമാണ്. ഇതൊക്കെ തൂക്കി വിൽക്ക്. എന്താ നിന്റെ ഭാവം? ദൈവകോപം വിളിച്ചു വരുത്തേ. ഇറങ്ങടാ, ഇറങ്ങടാ വെളിയില്, ഇറങ്ങാൻ. അരുത്, നമ്മുടെ മോൻ. നാരായണി, ഇതിലാരും ഇടപെടരുത്. അരിഞ്ഞുകളയും ഞാൻ. ഇനിമേലിൽ ഇവനെ ഇവിടെ കണ്ടുപോകരുത്. കരണം തടവിക്കൊണ്ട് അപ്പു പുറത്തിറങ്ങി. നന്ദി. ശരിക്കും പറഞ്ഞാല് മുഴുവനായിട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് മാത്രമല്ല, നമ്മുടെ ക്യാമറ തൊട്ടുമുന്നിൽ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അത്രയും വികാര നിർഭരമായിട്ടുള്ള പ്രകടനമായിരുന്നു കാതിക. സൂപ്പർ. ഭാവങ്ങള്, ശബ്ദ വേരിയേഷൻ ഒക്കെ വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ബിഗ് സല്യൂട്ട് തന്നെയാണ് കാതികയ്ക്ക്, നമ്മുടെ പ്രിയപ്പെട്ട ടീമിനും കൂടെ ഗുരുനാഥനും രക്ഷിതാക്കൾക്കും. അപ്പൊ എല്ലാവരും
നല്ല അഭിപ്രായം പറയാൻ എല്ലാവരും നമ്മുടെ ഹായ് അറിയിക്കുക. ഭാവിയിൽ വലിയ ഖാദികയായിട്ട് വളരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. വീണ്ടും കാണാം. താങ്ക് യു ഓൾ.